രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. സീതാസമേത ഹനുമൽ പൂജിത ശ്രീ രാമചന്ദ്രായ പരബ്രഹ്മണേ നമഃ. എത്രയോ ജന്മജന്മാന്തരങ്ങളുടെ പുണ്യം കൊണ്ടാണ് അഭേദാശ്രമത്തിലെ ഈ കോടിയർച്ചന നാമവേദിയെ ഒന്ന് ദർശിക്കുവാൻ സാധിക്കുന്നത്. നമ്മളിവിടെ നിന്നാൽ നാമഗംഗാ പ്രവാഹമാണ്. നാമത്തിൻ്റെ മഹത്വം അറിയാവുന്നുള്ള ഒരാളാണ് മനോജപം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ലങ്കയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു യാത്രയ്ക്ക് അദ്ദേഹത്തിന് കിട്ടിയ ഒരു ശക്തി എന്ന് പറയുന്നത് ശ്രീരാമചന്ദ്രൻ കൊടുത്ത രാമനാമാങ്കിതമായ അങ്കുലീയമാണ്. രാമനാമത്തിൻ്റെ ആ മഹത്വം നമ്മൾ അദ്ദേഹത്തിൽ തെളിഞ്ഞു കാണുന്നത് ഈ ഒരു ഭാഗത്താണ്. എന്തെന്ന് വെച്ചാൽ ആ അങ്കുലീയത്തിൽ രാമനാമം അങ്കിതമാകപ്പെട്ടതിനാൽ അദ്ദേഹം ആ കടൽ ചാടിക്കടന്നു പോകുന്നു. മാത്രമല്ല നാവിൽ രാമ 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 എന്നുള്ള മന്ത്രം, കയ്യിൽ രാമനാമ അങ്കുലീയം. ഇതിൽ കൂടുതൽ എന്താണ് അദ്ദേഹത്തിന് വേണ്ടത്? വായുപുത്രനായ ആഞ്ജനേയ മഹാപ്രഭു നാമമാഹാത്മ്യം അവിടെ തെളിയിക്കുന്നു. അമ്മയെ കണ്ടിട്ട് അമ്മയ്ക്ക് അങ്കുലീയം കൊടുത്തപ്പോൾ അമ്മ കൊടുത്ത ശിരോ ആഭരണം അതുകൊണ്ട് തിരിച്ചിങ്ങോട്ട് വരാൻ തുടങ്ങുന്നതിന് മുമ്പ് തൻ്റെ മഹത്വം താൻ ലങ്കയിൽ വന്നു എന്നുള്ളത് അറിയിക്കണമല്ലോ എന്ന് പറഞ്ഞ് രാവണൻ്റെ മുന്നിലെത്തുകയും ആദ്യമായിട്ട് ഈ പറയുമാതിരി അദ്ദേഹത്തിൻ്റെ വാലുകളിൽ അഗ്നി ഏൽപ്പിച്ചു. അഗ്നി ഇങ്ങനെ ജ്വലിച്ചു വന്നപ്പോൾ അദ്ദേഹം എന്ത് ചെയ്ത് ഓരോരുത്തായിട്ട് ഇങ്ങനെ ചാടി 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 ലങ്കയെ മുഴുവൻ ഒരു ഹോമകുണ്ഡമാക്കി തീർത്തു, ഒരു യജ്ഞരൂപമാക്കി തീർത്തു. പക്ഷേ അതിൻ്റെ പ്രകടമായിട്ട് ആരാവിടെ ഇരുന്നത്? സീതാദേവിയാണ്. ജഗന്മാതാവാണ്, ആദിപരാശക്തിയാണ്, ഗംഗാസ്വരൂപിണിയാണ്. അപ്പോൾ ആ വാലിൽ നിന്നുള്ള ദീപം കൊണ്ട് അവിടെ മുഴുവൻ ഒരു ഹോമകുണ്ഡമായപ്പോൾ ഇപ്പോഴും ഓർമ്മ വരുന്നത് ശരിയാ. എന്താണ് ഈ ഗംഗയിൽ ഇതുപോലെ ആരതി വരുമ്പോൾ നാമസഹർഷം നടക്കുന്നതൊക്കെ ഗംഗാദേവി പ്രത്യക്ഷമായിട്ട് പ്രകടമാണെന്ന്. ഒന്ന് അമ്മയുടെ ഇങ്ങോട്ട് നോക്കിയേ, ഗംഗയിൽ ആദ്യ സമയത്ത് ദീപങ്ങൾ ഇങ്ങനെ ഒഴുകി പോകും. അപ്പോൾ അതുപോലെ ഈ രാമനാമ ആ മഹത്വം തിരിച്ച് അവിടെ മുഴുവൻ ആളിക്കത്തുന്നു, ലങ്ക മുഴുവൻ ആളിക്കത്തുന്നു. പക്ഷേ രാമനാമ മഹത്വത്തിൻ്റെ വേറൊരു ലക്ഷണം അവിടെ തെളിഞ്ഞു കാണുന്നു. എന്താണ്? വിഭീഷണൻ്റെ കൊട്ടാരത്തിൽ അഗ്നി ജ്വലിച്ചില്ല, തട്ടില്ല. കാരണം എന്താണ്? അവിടെയും രാമനാമം മുഴുകിക്കൊണ്ടിരിക്കുക. അമ്മ ഇരുന്ന അശോകവടികയിലും തീ അങ്ങോട്ട് ചെന്നേയില്ല. കാരണം എന്താണ്? അമ്മ രാമ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ നാമമഹത്വം എന്തെന്നറിയാനായിട്ട് നമുക്ക് പ്രത്യക്ഷമായിട്ട് ചോദിച്ചാൽ പറഞ്ഞത് ശിവന് മാത്രമേ രാമനാമത്തിൻ്റെ മഹത്വം അറിയാൻ സാധിക്കൂ എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ശിവനെടുത്ത് ചെന്ന് ചോദിച്ചു, മഹാല്യ ദക്ഷിണാമൂർത്തെ, അവിടെ നീ രാമനാമ മഹത്വം പറഞ്ഞ രാമോ എന്നായിട്ട്. അയ്യോ, അതെന്താ ചോദ്യം? രാമനാമ മഹത്വം പറയാൻ എന്നെ കൊണ്ട് സാധിക്കില്ല, അതുകൊണ്ട് ഞാൻ രാമ 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 എന്ന് ജപിച്ചുകൊണ്ടിരിക്കുക. സീതാരാമ നാമ ഭജന ജന്മ സഫൽ ഹോ ജായ്. സീതാരാമ നാമ ഭജന ജന്മ സഫൽ ഹോ ജായ്. രാമനാമത്തിൻ്റെ മഹത്വം കൊണ്ട് ജന്മത്തിന് സാഫല്യം ഉണ്ടാകണമെങ്കിൽ രാമനാമ മഹത്വം അവസാന നിമിഷത്തെങ്കിലും നമുക്ക് കിട്ടണം. ആൾസ് ആൻഡ് ദാറ്റ് എൻഡ്സ് വെൽ. അത് തെളിയിച്ചതാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. അദ്ദേഹം തൻ്റെ അവസാന ശ്വാസം എടുത്തപ്പോഴത്തേക്ക് രാം 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 എന്ന് പറയാൻ പറ്റി ആ പുണ്യാത്മാവിന്. അപ്പോൾ ഇതാണ് ജീവിതത്തിൽ കിട്ടുന്ന ജന്മസാഫല്യം. ഈശ്വരനാമത്തോടുകൂടി നമ്മുടെ ഈ പ്രാണദാതാവായ മഹാവിഷ്ണുവിൻ്റെ പാദത്തിൽ, ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ ഒരു കൃഷ്ണ തുളസി ദളമായി ഞാനിന്ന് ഗുരുവായൂരപ്പ നിൻ കാൽക്കൽ വീഴും
എന്ന് പറയാൻ സാധിക്കണമെങ്കിൽ അഭേദാശ്രമത്തിലെ ഈ കോടിയർച്ചനയിൽ വന്ന് പങ്കെടുത്ത് നോക്കുക. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും. എല്ലാവർക്കും പേടി മരണഭയമാണ്. പക്ഷേ നമുക്ക് മരണം എടുക്കുന്ന സമയത്ത് ഏതായാലും ഗുരുവായൂരപ്പൻ നമ്മുടെ മുന്നിൽ വരും. നാരായണ എന്ന് സദാ ജപിച്ചാൽ പാപം കെടും, വശികെടും, വ്യസനങ്ങൾ തീരും, നാവിൻ ഉണർച്ച വരും, ഏറ്റവും അന്ത്യകാലേ ഗോവിന്ദ പാദകമലങ്ങൾ തെളിഞ്ഞു കാണും. ഇങ്ങോട്ട് ഇവിടെ വന്ന് അർച്ചനയിൽ പങ്കെടുത്ത് നമ്മൾ അതിൽ ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളാണ് ഈ ദീപത്തിൽ നമ്മൾ ഇങ്ങനെ അറ്റത്തായിട്ട് കാണുന്നത്. അങ്ങനെ ആ പാദത്തിലേക്ക് നമ്മൾ അർച്ചിക്കുന്നതിലൂടെ നമ്മുടെ ജന്മസാഫല്യം കിട്ടുന്നു എന്ന് മഹാത്മാക്കൾ തെളിച്ചു തന്നിരിക്കുന്നു. ഇവിടെ ചാക്ക് സ്വാമി എന്ന് പറഞ്ഞിട്ട് ആ സ്വാമിജി ഉള്ള സമയത്ത് ഒരു മഹാത്മാവ് വന്നിരുന്നു. തമിഴ്നാട്ടിൽ അവധൂതനാണ്. അപ്പോൾ വന്ന സമയത്ത് ഇവിടെ അർച്ചന തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ആകെ 10 പേരേ ഉള്ളൂ. പക്ഷേ അദ്ദേഹത്തെ സെക്രട്ടറി കമലപ്പണ്ണനാണ്. അദ്ദേഹം പറഞ്ഞു സ്വാമികൾ വരണം അകത്തിരിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം വന്ന് ആ പടിയിൽ അവിടെ ഒരു കാല് വെച്ചു, പിറക്കെ മാറി, പിന്നെയും വെച്ചു, മാറി. അപ്പോൾ എന്തേ കാല് പ്രശ്നമല്ലോ ഉണ്ട്. കാല് പ്രശ്നമല്ലടാ യാ എന്നാ പാല് അங்கே எப்படி உள்ள நுழைய முடியும் முடியாமாட்ட நிறைய தேவന്മാർ ഗന്ധർവന്മാരല്ലേ ഈ ഇടമേ ഇല്ലേന്ന. അതാണ് നാമമഹത്വം. അദ്ദേഹം അവധൂതനാണ്. അദ്ദേഹം കണ്ടത് ഇവിടെ അദ്ദേഹത്തിന് കാല് വെച്ച് കയറാനായിട്ട് സ്ഥലം ഇല്ലെന്നാണ്. ഗന്ധർവന്മാരും കിന്നരന്മാരും ദേവന്മാരും ഇരിക്കുന്നു. നമ്മൾ നോക്കിയാൽ 10 പേരേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഇതാണ് വ്യത്യാസം. അപ്പോൾ ഇതുപോലെയുള്ള മഹാത്മാക്കളുടെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന ഈ ഒരു പുണ്യപ്രദേശം, ഭൂലോക വൈകുണ്ഠം, യോഗനിദ്രയിൽ പള്ളി കൊണ്ടു നടക്കുന്ന അനന്തസായിയുടെ ഈ ഒരു മഹത്തായ തിരുമുറ്റത്ത് നടക്കുന്ന ഈ ഒരു യജ്ഞാനാം ജപയജ്ഞോസ്മി. അശ്വമേധയാഗങ്ങളോ ഏതെങ്കിലും രാജസൂയ നടത്തിയാലും ശരി, ഈ ഒരു അർച്ചനയിൽ ഇരിക്കുന്നതിൻ്റെ ഫലവുമായിട്ട് തട്ടിച്ചു നോക്കിയാൽ ഇതിൻ്റെ മഹത്വം പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. കാരണമാണ് ഭാഗവതം എന്ന് പറയുന്നതും ഭഗവത് ഭജനം എന്ന് പറയുന്നതും വിഷ്ണു സഹസ്രനാമം പ്രത്യക്ഷ കൃഷ്ണയേവഹി. കൃഷ്ണൻ തന്നെയാണ് രൂപത്തിൽ പുസ്തകത്തിൽ കാണുന്ന അക്ഷരങ്ങളെല്ലാം അക്ഷര വിഗ്രഹങ്ങളാണ്. അത് നമ്മൾ ആ രീതിയിൽ നോക്കിയാൽ നമ്മളോട് സംസാരിക്കുകയും ചെയ്യും, നമ്മുടെ പ്രശ്നങ്ങൾ മാറ്റുകയും ചെയ്യും, നമ്മളോടൊത്ത് കളിയാടുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു മഹത്തായ നാമസുതയാണ് നമുക്ക് നമ്മുടെ ഭാഗ്യം കൊണ്ട് അഭേദാനന്ദ സ്വാമികളുടെ കർമ്മപദ്ധതിയായിട്ട് ഇവിടെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന ദീപങ്ങളിലെല്ലാം ആ അനന്തൻ്റെ ആ ഒരു മഹാചൈതന്യം പ്രത്യക്ഷമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള അനന്തശായിയുടെ ആ 1000 നാമങ്ങൾ നമ്മൾ എത്രത്തോളം കീർത്തിക്കുമോ അത്രത്തോളം ഗുരുനാഥൻ തുണ ചെയ്യ സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും. അങ്ങനെ ആ ഈശ്വരനാമം നമുക്ക് വരുവാനായിട്ട് ആഞ്ജനേയ സ്വാമി ഏറ്റവും മുമ്പ് നിൽക്കുകയാണ്. പറഞ്ഞപ്പോൾ ഈ പറയുമാതിരി ലങ്കയിലേക്ക് പോയിട്ട് തിരിച്ചു വന്ന് രാമനോടൊപ്പം സൈന്യങ്ങളുമായിട്ട് വാനരപ്പടയുമായിട്ട് വന്നപ്പോൾ അവർക്ക് കടൽ കടന്ന് അങ്ങോട്ട് പോകാൻ പറ്റണില്ല. അപ്പം നോക്കി എന്ത് ചെയ്യണമെന്ന്. അപ്പോഴാണ് പറഞ്ഞത് കടലിൽ ചിറകെട്ടാൻ. ആദ്യമായിട്ടാണ് കടലിൽ ചിറകെട്ടുന്നത്. അപ്പോൾ ശ്രീരാമൻ്റെ കയ്യിൽ ഒരു പാറ കൊണ്ട് കൊടുത്തിട്ടങ്ങനെ അങ്ങ് വേണം ഇത് തുടങ്ങാനായിട്ട്. ആദ്യമായിട്ട് ഇന്ന് കടലിലോട്ടിടണമെന്ന് പറഞ്ഞു. കടലിലോട്ടിട്ടതും അത് താന്നങ്ങ് അടിയിലോട്ടങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ജാമ്പവാമ്പായിട്ട് അയ്യോ ഇതെന്ത് പിന്നെ എങ്ങനെ നമ്മളിപ്പോൾ അങ്ങോട്ട് പാലം കെട്ടും, കടലിൽ താണുപോയാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും. ആ സമയത്ത് ആഞ്ജനേയ മഹാപ്രഭു കൈകൊട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നാ, നിങ്ങളെന്ത് ഇവിടെ വിഡ്ഢിത്തരമാ പറയണേ, രാമൻ്റെ കൈ കൊടുത്താലാണ് അതിന് പുണ്യം, രാമൻ കൈവിട്ടാൽ പിന്നെ ആരായാലും താന്നു പോവുകയുള്ളൂ, അത് സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹമാണ് പറഞ്ഞത് കൊണ്ടുവരുന്ന പാറകൾ എൻ്റെ കയ്യിൽ കൊണ്ടുവന്നപ്പോൾ ഓരോ പാറയിലും രാം 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 എന്ന് ആഞ്ജനേയ മഹാപ്രഭു ആദ്യമായിട്ട് തുടങ്ങിയ ലിഖിത മഹായജ്ഞം. എല്ലാം പറയും രാമനാമം എഴുതിയെന്ന് പറഞ്ഞപ്പോൾ നമ്മളൊന്നും അന്നില്ലാത്ത വാനരപ്പടകളായിരിക്കും. പക്ഷേ ഈ പറയാൻ പുനരഭി ജനനം ജനനം പുനരഭി മരണം പുനർജനനി ജഡലേശയനം എന്ന് പറയുന്ന ആശയത്തിൽ വെച്ചുകൊണ്ട് നോക്കുമ്പോൾ അന്നത്തെ ഫലം ഉള്ളത് കൊണ്ടാണ് ബഹുവിനുമേ ജന്മാനി തവചാർജുന എത്ര എഴുതുമ്പോൾ അറിയാമെന്ന. അപ്പോൾ അന്നത്തെ വാനരപ്പടയിലെ അവർക്ക് ഓരോരുത്തരും കൊണ്ടുവന്ന് ഇങ്ങനെ രാമനാമം എഴുതിയ പാറകളാണ് കൊടുത്തത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ അടുത്ത കാലത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ചേട്ടൻ ഓർമ്മയുണ്ടോ? ചേട്ടൻ ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും ഓർമ്മയുണ്ട? ഈ അടുത്ത കാലത്ത് ഇതുപോലെ നമ്മൾ കണ്ടതായിട്ടുള്ള ഈ പറയുന്ന സേതുബന്ധനത്തിൻ്റെ വേറൊരു രൂപമാണ് അയോധ്യയിൽ ഉയർന്നു വന്ന രാമക്ഷേത്രം. ഇവിടെ നിന്നും കൊണ്ടുപോയിരുന്നു രാമനാമം എഴുതിയ ഇഷ്ടിക.
ഇവിടുത്തെ എല്ലാ ക്ഷേത്രങ്ങളും കുറഞ്ഞ 3-4 വെച്ചു. ആറ്റുകാലിൽ നിന്നൊക്കെ 3 ലോറിയാണ് പോയത്, ആറയിലൊന്നും പോയി 1 ലോറി. പക്ഷേ എല്ലാ ഈ ചുടുകല്ലിലും രാം 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 എന്ന് എഴുതി. എന്താണ്? അന്നത്തെ എൻ്റെ ഓർമ്മ. ഹനുമാനാണിത് തുടങ്ങി വെച്ചിരുന്നത്. ഇപ്പോൾ അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ ഓരോ ചുടുകട്ടയിലും രാമനാമ അങ്കീതമാണ്, രാമനാമം നിറഞ്ഞു നിൽക്കുക അതിൽ. അപ്പോൾ അങ്ങനെയുള്ള നാമമഹത്വം, നാമം നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ സഹസ്രനാമം ജപിക്കുമ്പോൾ ഇവിടെ വരുന്ന കേൾക്കുമ്പോൾ നമ്മളിൽ രാമനാമത്തിൻ്റെ മഹത്വം അറിയുക. ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ പരാനനെ. അപ്പോൾ രാമനാമം തന്നെയാണ് ഈ അഭേദാശ്രമത്തിൻ്റെ ജീവനാഡിയായിട്ട് നാമവേദിയിൽ മുഴങ്ങിക്കേൾക്കുന്ന കലിസന്തരണോ ഉപനിഷത്ത്. രാമനാമ जब लेना ये जीवन बनाना, ये जीवन 2 दिन का, ये जीवन 2 दिन का. ഈ രാമനാമം ജപിച്ച് നമ്മുടെ ജീവിതം രാമമയമായി തീർക്കുക.